നമസ്കാരം. ഒരു ഇടവേളയ്ക്ക് ശേഷം കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ അറഞ്ചം പുറഞ്ചം കടന്നാക്രമിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ആഗോള വ്യാപകമായി വിശ്വാസികളുള്ള ഒരു വിശ്വാസ കേന്ദ്രം തന്നെയാണ് ശബരിമല തീർത്ഥാടന കേന്ദ്രം. ശബരിമല തീർത്ഥാടന കേന്ദ്രത്തിൽ ഇടതുപക്ഷ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെ പ്രമുഖരായ ആളുകൾ ശബരിമലയിലെ അയ്യപ്പസ്വാമിയുടെ സ്വർണം കൊള്ളയടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കിയത്. അതായത് ആഗോള വ്യാപകമായി ഭക്തർ ആരാധിക്കുന്ന അയ്യപ്പസ്വാമിയുടെ ആസ്ഥാനത്തെ ശബരിമല സന്നിധാനത്തിലെ ശാസ്താവിന്റെ തിരുവാഭരണങ്ങളിൽപ്പെട്ട, അതായത് ശബരിമല ശാസ്താ സന്നിധിയിലെ ഇരുവശത്തും സ്ഥിതി ചെയ്യുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയും ശബരിമല ശ്രീകോവിലിന്റെ ഉമ്മറക്കെട്ടുള്ള പടിയും ഉമ്മറവാതിലുമെല്ലാം അവിടെ നിന്ന് ഇളക്കിക്കൊണ്ടു പോകാവുന്ന സ്വർണ്ണങ്ങൾ അത്രയും ഇടതുപക്ഷ സർക്കാരിനെ നയിക്കുന്ന CPM-ന്റെ സമുന്നതരായ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ അടിച്ചു മാറ്റിയിരിക്കുന്നു, കൊള്ള നടത്തിയിരിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് നടന്ന യോഗത്തിൽ തുറന്നടിച്ചത്. ഇത് അക്ഷരാർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നെറുകിലേറ്റ കനത്ത പ്രഹരം തന്നെയാണ്. എന്നാൽ പ്രധാനമന്ത്രി ഇതിനു മുമ്പും കേരളത്തിൽ വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്ന വാർത്തയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കോൺസുലേറ്റിലെ ജീവനക്കാരിയായിരുന്ന സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നയതന്ത്ര ബാഗേജ് വഴി സ്വർണ്ണക്കള്ളക്കടത്തുണ്ട് എന്നുള്ള വിവരം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ വിവരത്തിൽ മുഖ്യമന്ത്രി, അതായത് ഇത്രയും ഗൗരവതരമായ ഒരു ആരോപണം മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും മുഖ്യമന്ത്രിക്കും എതിരെ ഉയർത്തിയ സ്വപ്ന സുരേഷിനെതിരെ മുഖ്യമന്ത്രി ഇന്ന് വരെ ഒരു കേസ് പോലും കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും എടുത്തിട്ടില്ല, ഒരു പെറ്റി കേസ് പോലും അവർക്കെതിരെ കൊടുത്തിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. മുഖ്യമന്ത്രി എവിടെയെങ്കിലും പ്രസംഗിക്കാനെത്തുമ്പോൾ ആ പ്രസംഗ പീഠത്തിലെ മൈക്കൊന്ന് ഹൗൾ ചെയ്ത് കഴിഞ്ഞാൽ മൈക്ക് സെറ്റുകാരനെ കസ്റ്റഡിയിൽ എടുക്കും, മൈക്ക് ഉൾപ്പെടെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോലീസുകാർ പോവും, പോലീസ് കേസാക്കുന്ന സമയത്താണ് സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും എതിരെ അതീവ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നയതന്ത്ര ബാഗേജ് വഴി സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നിരിക്കുന്നു എന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത്. പിന്നീട് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പരിപാടിയുമായി ബന്ധപ്പെട്ടെത്തിയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇക്കാര്യം തന്നെ എടുത്തു പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കൊള്ളക്കടത്ത് നടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയപ്പോൾ ശബരിമല ശാസ്താ സന്നിധിയിൽ മുഖ്യമന്ത്രിയുടെ പാർട്ടിയായ CPM-കാർ കൃത്യമായി തന്നെ സ്വർണ്ണക്കൊള്ള നടത്തിയിരിക്കുന്നു, ഇത് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കിയിരിക്കുന്നു. എന്നാൽ കേരളത്തിൽ എപ്പോഴെങ്കിലും ഒരു BJP സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ ഇന്നിപ്പോൾ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയിരിക്കുന്ന ആളുകളെ എല്ലാവരെയും കയ്യാമം വെച്ച് ജയിലിലടയ്ക്കും, ഇത് മോദിയുടെ ഗ്യാരണ്ടി എന്നാണ് മോദി പ്രസംഗിച്ചതിൽ നിന്നും മനസ്സിലായത്. പിന്നീട് മോദിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയ സന്ദീപ് വാചസ്പതിയും ഇത് തന്നെയാണ് പറഞ്ഞത്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആളുകളെ, ശബരിമലയുടെ സ്വർണ്ണക്കൊള്ളക്കാരെ, സ്വർണ്ണക്കള്ളന്മാരെ ഏതെങ്കിലും കാലത്ത് BJP സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അവരെ കയ്യാമം വെച്ച് ജയിലിലടയ്ക്കും, ഇത് മോദിയുടെ ഗ്യാരണ്ടി എന്ന് തന്നെയാണ് സന്ദീപ് വാചസ്പതിയും പ്രസംഗിച്ചത്. അതായത് നിലവിൽ ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് കേന്ദ്രം ഭരിക്കുന്ന മോദിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള വിവരം ഒന്നും തന്നെ മോദി തന്റെ പ്രസംഗത്തിൽ പങ്കുവച്ചില്ല. നേരത്തെയും ഇത് തന്നെയാണ് ഉണ്ടായത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കൊള്ള നടക്കുന്നു എന്നുള്ള റിപ്പോർട്ട് പൊതുജനങ്ങൾക്ക് മുൻപിൽ തന്നെ വിളിച്ചു പറഞ്ഞ പ്രധാനമന്ത്രി എന്താണ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കൊള്ള നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ എന്ത് തരത്തിലുള്ള നിയമ നടപടികളാണ് പ്രധാനമന്ത്രി എന്ന രീതിയിൽ നരേന്ദ്രമോദി കൈക്കൊണ്ടത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ കക്ഷികൾ എടുത്തു ചോദിക്കുന്നത്. ഇതിന് മോദിയുടെ ഓഫീസിൽ നിന്നും മോദിയിൽ നിന്നും ഇതുവരെയും മറുപടി കിട്ടിയിട്ടില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നു എന്ന് പറയുന്നത് ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയാണ്. എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നുണ്ട് എന്ന് ഒരു വിവരം പ്രധാനമന്ത്രിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രി നിയമപരമായ നടപടികൾ കൈക്കൊള്ളാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ്. ആ ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിൽ ഉയർന്നു കേൾക്കുന്നു. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ കുറെ നാൾ ജയിലിൽ കഴിഞ്ഞ കാര്യം വിസ്മരിക്കുന്നില്ല. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നതിന്റെ പേരിൽ കേന്ദ്രം എന്ത് നടപടിയെടുത്തു എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും മൗനമാണ് ഉത്തരം. ആ പ്രധാനമന്ത്രിയാണ് കേരളത്തിൽ വന്ന് ഇപ്പോൾ പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ സമുന്നതരായ നേതാക്കൾ ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. ഇതിന് BJP സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ അവരെ എല്ലാവരെയും കയ്യാമം വെച്ച് ജയിലിൽ അടയ്ക്കും എന്ന് മോദി ഗ്യാരണ്ടി തരുന്നു, ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ നിലവിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ബന്ധപ്പെട്ടിരിക്കുന്ന സ്വർണ്ണക്കള്ളന്മാർക്ക് കേന്ദ്രം ഭരിക്കുന്ന പ്രധാനമന്ത്രി എന്ന രീതിയിൽ അങ്ങേക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള തരത്തിലൊരു മറുപടി അങ്ങയിൽ നിന്ന് കേൾക്കുവാൻ വേണ്ടി ജനം തടിച്ചുകൂടി അങ്ങയെ കേൾക്കാൻ വേണ്ടി തന്നെയാണ് തിരുവനന്തപുരത്ത് കാത്തിരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങയിൽ നിന്നും അത്തരം ഒരു മറുപടി ഉണ്ടാകാതിരുന്നത് എന്ന് ജനം ഇപ്പോഴും നിരാശയോടുകൂടി തന്നെ ഓർക്കുന്നു. അപ്പോൾ ഇത് കേവലം കയ്യടി കിട്ടുന്നതിന് വേണ്ടി, രാഷ്ട്രീയമായി പ്രയോഗിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മോദി നടത്തിയ ഒരു ഗീർവാണ പ്രസംഗം മാത്രമാണോ എന്നുള്ളതാണ് ഇപ്പോൾ ജനം ചോദിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് കേന്ദ്രം ഭരിക്കുന്ന പ്രധാനമന്ത്രി നേരത്തെ തന്നെ അറിഞ്ഞിട്ടുണ്ട്, ഇതിനോടകം തന്നെ അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര നടപടി ഉണ്ടാകും എന്ന് ഒരു വാക്ക് മുഖ്യമന്ത്രിയോട് പറയുവാനായി പ്രധാനമന്ത്രി ആ പ്രസംഗത്തിൽ ഒരു അവസരം പോലും വിനിയോഗിച്ചില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത.
ഇവിടെയാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് പോലെ അഥവാ കോൺഗ്രസ് ആരോപിക്കുന്നത് പോലെ ബി.ജെ.പിയും CPM-ഉം തമ്മിൽ ഒരു അന്തർധാരയുണ്ട്. ആ അന്തർധാരയുടെ അടിസ്ഥാനത്തിലായിരിക്കാം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വർണ്ണക്കൊള്ളക്കടത്ത് നടക്കുന്നു എന്നുള്ള വിവരം അറിഞ്ഞിട്ട് പോലും പ്രധാനമന്ത്രി അത് പരസ്യമായ വേദിയിൽ പ്രസംഗിച്ചിട്ടും എന്ത് നടപടിയാണ് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ കൈക്കൊണ്ടത് എന്നുള്ളത് ഇതുവരെയും വ്യക്തമാക്കിയിട്ടുള്ള യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഈ അന്തർധാര തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തി കാണിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പ്രധാനമന്ത്രി കേരളത്തിൽ വന്നിട്ടും ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അതിന് സത്വരമായ നിയമ നടപടികൾ സ്വർണ്ണം കട്ടവർക്കെതിരെ ഉണ്ടാകും എന്നുള്ളത് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. കേരളത്തിൽ ബി.ജെ.പി. സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായും സ്വർണ്ണക്കൊള്ളക്കാർക്കെതിരെ നടപടി കൈക്കൊള്ളും എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ തീർച്ചയായും സ്വർണ്ണക്കൊള്ള നടത്തുന്നവരെ കയ്യാമം വെച്ച് അകത്തിടും എന്നാണ് മോദി വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ മോദി അങ്ങനെയാണ് പറയുന്നതെങ്കിൽ തീർച്ചയായും അത് ആശാവഹമാണ്. എന്നാൽ 2026 ബി.ജെ.പി. സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയ കള്ളന്മാർക്ക് എന്ത് തരത്തിലുള്ള നടപടികളാണ് ഉണ്ടാവുക, അവർക്കെതിരെ എന്ത് തരത്തിലുള്ള നടപടികളാണ് കേന്ദ്രം കൈക്കൊള്ളുക എന്നതാണ് പ്രധാനമന്ത്രിയിൽ നിന്നും കേൾക്കുവാൻ വേണ്ടി ജനം ആഗ്രഹിക്കുന്നത്. അതിന് പ്രധാനമന്ത്രി എന്ത് മറുപടി പറയും എന്നാണ് ജനം ഇപ്പോഴും സാഗൂതം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി ഇന്ന് തിരുവനന്തപുരത്ത് നടത്തിയ പ്രസ്താവനയിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആളുകളെ ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ബന്ധപ്പെട്ട് കൃത്യമായ നിയമ നടപടികൾക്ക് വിധേയമാക്കും എന്നുള്ള ഒരു വാക്ക് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും കേൾക്കാൻ സാധിച്ചില്ല. അത് സങ്കടകരം തന്നെയാണ്. പ്രധാനമന്ത്രിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയ സന്ദീപ് വാചസ്പതിയിൽ നിന്നും ഇത്തരത്തിൽ ഒരു വാക്ക് കേട്ടില്ല. ബി.ജെ.പി. സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ സ്വർണ്ണക്കൊള്ളക്കാരെ കയ്യാമം വെച്ച് ജയിലിലടയ്ക്കും, ഇത് മോദിയുടെ ഗ്യാരണ്ടി എന്നാണ് സന്ദീപ് വാചസ്പതിയും പരിഭാഷപ്പെടുത്തിയത്. എന്താണ് ഈ വിഷയത്തിൽ ഇനിയും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതിരിക്കുന്നു. അതായത് കോൺഗ്രസ് ആക്ഷേപിക്കുന്നത് പോലെ ആരോപിക്കുന്നത് പോലെ ബി.ജെ.പി. CPM അവിശുദ്ധ ബാന്ധവത്തിന്റെ പ്രതിഫലനമായിട്ടാണോ പ്രധാനമന്ത്രി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഏതെങ്കിലും തരത്തിൽ കേന്ദ്രം നടപടിയെടുക്കുമെന്ന് പറയാതെ പോയത് എന്നാണ് ഇപ്പോഴും കോൺഗ്രസിലെ ചിലർ ആരോപിക്കുന്നത്. എന്താണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇനി ബി.ജെ.പി. സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പോകുന്നത്, കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും എന്ത് നടപടി ഉണ്ടാകും എന്നുള്ളതാണ് ജനം കാത്തിരിക്കുന്നത്. അതിനായി നമുക്കും കാത്തിരിക്കാം, കണ്ടറിയാം.